ഇൻകം ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ സെക്ഷൻ 1 ടു സെക്ഷൻ 4 വരെ ഡിസ്കസ് ചെയ്തു. ആ വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 5 ആൻഡ് സെക്ഷൻ 6. സെക്ഷൻ 5 സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് സെക്ഷൻ 6 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. നമുക്ക് നോക്കാം സെക്ഷൻ 5 എന്താണെന്നുള്ളത്. സെക്ഷൻ 5 സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. ഏതൊക്കെ ഇൻകം ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ടാക്സബിൾ ആകുന്നു എന്നുള്ളതാണ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകത്തിൽ പറയുന്നത്. നമുക്കറിയാം റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. എഗെയിൻ റെസിഡൻറ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ഓൺലി റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓൺലി റെസിഡൻറ്റ്. അങ്ങനെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ളൂ: ഓൺലി റെസിഡൻറ്റ്, നോട്ട് ഓൺലി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. ഏതൊക്കെ ഇൻകം ഇവർക്ക് എങ്ങനെയൊക്കെയാണ് ടാക്സബിൾ ആകുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഇൻകം അക്രൂ ഓർ അറൈസ് ഓർ ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഇത് 3 പേർക്കും ടാക്സബിൾ ആണ്. ഓൺലി റെസിഡൻ്റ് ആയാലും നോട്ട് ഓൺലി റെസിഡൻ്റ് ആയാലും നോൺ റെസിഡൻ്റ് ആയാലും 3 പേർക്കും ടാക്സബിൾ ആണ്. ഇൻകം ഇന്ത്യയിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതിൻ്റെ സോഴ്സ് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ടാക്സബിൾ ആണ്. നെക്സ്റ്റ് വൺ, ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിലും 3 പേർക്കും ടാക്സബിൾ ആണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ സോഴ്സ് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നതെങ്കിലും 3 പേർക്കും ടാക്സബിൾ ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഒരു അമേരിക്കൻ സിറ്റിസനാണ്. ഒരു ഇന്ത്യയിൽ അയാൾക്കൊരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, പക്ഷേ അയാൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ റിസോഴ്സസ് ഉപയോഗിച്ചാണ് അയാൾ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. അത് ഫോറിൻ ആയാലും ആരായാലും ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിലൊക്കെ ഇന്ത്യൻ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും ടാക്സബിൾ ആണ്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഇന്ത്യൻ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണോ അയാൾ ജനറേറ്റ് ചെയ്യുന്നത്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുക. അതുപോലെ ഇന്ത്യയിൽ നിന്നാണോ റിസീവ് ചെയ്യുന്നത് നോക്കുക. ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല, 3 പേർക്കും ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഇൻകം റിസീവ്ഡും ആൻഡ് റെമിറ്റൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ദുബൈയിലുള്ളൊരു വ്യക്തി, അദ്ദേഹം അവിടെ ജോലി ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ജോലി ചെയ്യുമ്പോൾ സാലറി അവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഈ നമ്മളെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പ്രകാരം അയാൾ നോൺ റെസിഡൻ്റ് ആണ്, അതിനെന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. പക്ഷെ അയാളുടെ ഇൻകം റിസീവ് ചെയ്യുന്നത്, അയാൾ ഇൻകം റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. അപ്പോൾ റിസീവ് ഒരൊറ്റ ടൈം, ഫസ്റ്റ് ടൈം മാത്രമേ റിസീവ് ഉണ്ടാവുള്ളൂ, ഒരൊറ്റ ടൈം മാത്രമേ റിസീവ് ചെയ്യുള്ളൂ. ഒരാൾക്ക് ഇൻകം ദുബായിൽ ജോലി ചെയ്തതിന് അവിടെ റിസീവ് ചെയ്തു 50,000 റുപ്പീസ്. ഓക്കെ, അവിടെ ഇവിടുത്തെ 50,000 രൂപയുടെ വാല്യൂ ഉള്ള ഒരു എമൗണ്ട് അവിടെ റിസീവ് ചെയ്തു. സാലറി ആയിട്ട് 50,000 റുപ്പീസ് റിസീവ് ചെയ്തു വിചാരിക്കാം. അത് അയാൾ ഇന്ത്യയിൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് റെമിറ്റൻസ് ആണ്, അത് റിസീവ് അല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ ആവില്ല. ഇനി അയാൾക്ക് 50,000 രൂപ സാലറി ഉണ്ടെന്ന് വിചാരിക്കാം. 50,000 രൂപയിൽ 20,000 അവിടെ റിസീവ് ചെയ്തു, ദുബായിൽ റിസീവ് ചെയ്തു. 30,000 രൂപ ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് എംപ്ലോയിഡ് വന്ന് ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് ഇന്ത്യയിലേക്ക് ഇടാൻ പറഞ്ഞു. അങ്ങനെ ആ 30,000 ഇന്ത്യയിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? ടാക്സബിൾ ആകും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അതിന് 3 പേരും ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യൻ കൺസെപ്റ്റിൽ ഇൻ ഇന്ത്യ എന്നുള്ളതിൽ ഇൻകം അക്രൂ ഓർ അറൈസ് ഓർ ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ 3 ഡിസ്കസ് ആ 2 ടോപ്പിക്കും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻകം ഇന്ത്യയിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, 3 പേർക്കും ടാക്സബിൾ ആണ്. ഇൻകം ഇന്ത്യയിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ 3 പേർക്കും ടാക്സബിൾ ആണ്. ദ നെക്സ്റ്റ് വൺ, ഇൻകം അക്രൂ ഓർ അറൈസ് ഓർ ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾഡ് ഇൻ ഇന്ത്യ. ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡിൽ നിന്നാണ്. ഇൻകം ഏൺ ചെയ്യുന്നതും ഇന്ത്യൻ ഔട്ട്സൈഡിൽ ഫോറിൻ കമ്പനിയിലെ റിസോഴ്സ് ഫോറിൻ കൺട്രിയിലെ റിസോഴ്സ് ഉപയോഗിച്ചിട്ടാണ്
ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളതും കൺട്രോൾ ചെയ്യുന്നതും ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് ഓൺലി റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്, നോട്ട് ഓൺലി റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്, നോൺ റെസിഡൻറ്റിന് ടാക്സബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 5 ഹെഡ് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ് 5 ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സാലറി, ദെൻ HP, PGBP ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ആൻഡ് ക്യാപിറ്റൽ ഗെയിന്, അതർ സോഴ്സസ്. അപ്പോൾ ഇവിടെ ഇൻകം accrue or arise or deemed to accrue or arise outside India from business or profession controlled in India. അപ്പോൾ ഈ കേസിൽ മാത്രമാണ് ഓർഡിനറി റെസിഡൻറ്റിനും നോട്ട് ഓൺലി റെസിഡൻറ്റിനും ടാക്സബിൾ ആകുന്നത്. ബിസിനസ് ഇന്ത്യയിൽ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ. ഇനി അതർ കേസസ് ബാക്കിയുള്ള 4 കേസസിലും ഓൺലി റെസിഡൻറ്റ് മാത്രമേ ടാക്സബിൾ ആകുള്ളൂ. നോട്ട് ഓൺലി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് അല്ല എങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ ടാക്സബിൾ ഉള്ളൂ, ബാക്കി ആർക്കും ടാക്സബിൾ ഇല്ല. ഇനി ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്, പക്ഷേ ബിസിനസ് ഇന്ത്യയിൽ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത് എങ്കിൽ ഓൺലി റെസിഡൻറ്റിനും നോട്ട് ഓൺലി റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്, നോൺ റെസിഡൻറ്റിന് ടാക്സബിൾ അല്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് ആദ്യം നമ്മൾ എന്താണ് ഓൺലി റെസിഡൻറ്റ്, നോട്ട് ഓൺലി റെസിഡൻറ്റ്, എന്താണ് നോൺ റെസിഡൻ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തതിൻ്റെ ശേഷം. ഓക്കെ, അപ്പോൾ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം, ഏതൊക്കെ ഇൻകം ആർക്കൊക്കെയാണ് ടാക്സബിൾ ആകും എന്നുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദ നെക്സ്റ്റ് വൺ സെക്ഷൻ 6, ദാറ്റ് ഈസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ആൻഡ് HUF ആൻഡ് ഫേം, UP, LLP, എവരി അതർ പേഴ്സൺസ്. ഓക്കെ, ഇവിടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ് നമുക്ക് നോക്കാം. ദ ടോട്ടൽ ഇൻകം ഓഫ് എൻ അസസി കനോട്ട് ബി ഡിറ്റർമൈൻഡ് വിത്തൗട്ട് നോയിങ് ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആദ്യം അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാക്കണം. ഓൺലി റെസിഡൻ്റ് ആണോ, നോട്ട് ഓൺലി റെസിഡൻ്റ് ആണോ, നോൺ റെസിഡൻ്റ് ആണോ എന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമാണ് ഏതൊക്കെ ഇൻകം എങ്ങനെയൊക്കെയാണ് ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിസിൽ ടാക്സബിൾ ആകുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതും മനസ്സിലാക്കേണ്ടതും എന്താണ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഓക്കെ, എങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഷാൾ ബി ഡിറ്റർമൈൻഡ് ഫോർ എവരി പേഴ്സൺ ഫോർ ഈച്ച് പ്രീവിയസ് ഇയർ ഇൻഡിപെൻഡൻ്റ്ലി. എന്ന് വെച്ചാൽ ഓരോ വർഷവും ഓരോ വ്യക്തിയുടെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർ കൂടുതൽ ദിവസം ഫോറിനിൽ നിൽക്കുന്നുണ്ടാവും, ഒരു വർഷം കുറേ ദിവസം ഫോറിൻ കൺട്രിയിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ മാറ്റം വരാം. പിന്നെ അയാൾ നാട്ടിൽ വന്നു കുറച്ചധികം ദിവസം 152 ദിവസത്തേക്കാൾ കൂടുതൽ 6 മാസത്തേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തെങ്കിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ എന്ത് ചെയ്യും, മാറ്റം വരും. അപ്പോൾ ഓരോ വർഷവും റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ മാറ്റം വരും. അങ്ങനെ ഓരോ പ്രീവിയസ് ഇയറിലും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും പ്രൂവ് ചെയ്യുന്നതും ഓരോ അസസിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. The responsibility to prove the residential status is on the assessee. അത് അസസിയുടെ കടമയാണ്. അദ്ദേഹം റെസിഡൻ്റ് ആണോ അല്ലെങ്കിൽ നോട്ട് ഓൺലി റെസിഡൻ്റ് ആണോ, നോൺ റെസിഡൻ്റ് ആണോ, ഓൺലി റെസിഡൻ്റ് ആണോ എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ടത് ഒരു അസസിയുടെ ബാധ്യതയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. ആൻഡ് റെസിഡൻറ്റ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ടു, ഓൺലി റെസിഡൻറ്റ്, നോട്ട് ഓൺലി റെസിഡൻറ്റ്. അപ്പോൾ എന്താണ് ഓൺലി റെസിഡൻറ്റും നോട്ട് ഓൺലി റെസിഡൻറ്റും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻഡിവിജ്വൽ ഇസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇഫ് ഹി സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദി ഫോളോയിങ് 2 ബേസിക് കണ്ടീഷൻ. അപ്പോൾ 2 ബേസിക് കണ്ടീഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ റെസിഡൻ്റായി. ഓക്കെ, റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻസ്
രണ്ട് ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിഡൻ്റായി. രണ്ട് ബേസിക് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം നോൺ റെസിഡൻ്റായി. അപ്പോൾ പറഞ്ഞു, രണ്ട് ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിഡൻ്റായി. ഇനി എപ്പോഴാണ് ഓൺലി റെസിഡൻ്റ് ആവുക, എപ്പോഴാണ് നോട്ട് ഓൺലി റെസിഡൻ്റ് ആവുക എന്നുള്ളതാണ് പിന്നെ നോക്കേണ്ടത്. ഓക്കെ, an individual is resident in India if he satisfy any one of the following two basic condition. Okay, the first condition ആണ് he is in India for 182 days or more in the relevant previous year. റെലവൻറ്റ് പ്രീവിയസ് ഇയർ, നമ്മൾ പ്രീവിയസ് ഇയർ ഏതാണ്? നമ്മളുടെ പ്രീവിയസ് ഇയർ 1920 ആണ് പ്രീവിയസ് ഇയർ. അസസ്മെൻറ്റ് ഇയർ 2021. അപ്പോൾ ഈ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 1920 182 ഡേയ്സ് അദ്ദേഹം ഇവിടെ ഇന്ത്യയിലുണ്ടെങ്കിൽ ബേസിക് കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തു. ഹീ ഈസ് ഇൻ ഇന്ത്യ ഫോർ 60 days or more during the relevant previous year and 365 days or more during 4 year immediately preceding the previous year. അപ്പോൾ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും അതിൻ്റെ മുന്നേയുള്ള 4 ഇയറിൽ 365 ഡേയ്സും ഇന്ത്യയിലുണ്ടെങ്കിൽ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനുമായി. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാണ്? 1920 ആണ് പ്രീവിയസ് ഇയർ. അതിൻ്റെ മുന്നേ ഉള്ള വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18, 19 ആൻഡ് 17, 18, 16, 17 ആൻഡ് 15, 16. ഇതാണ് റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അത് ഈ 4 പ്രൊസീഡിങ് ഇയർ. ഈ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും ഈ 4 പ്രൊസീഡിങ് ഇയറിൽ കൂടിയിട്ട് 365 ഡേയ്സും അയാൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ എന്തായി? രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അതാണ് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ പറഞ്ഞത്. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും അതിന് തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിൽ കൂടിയിട്ട് 365 ഡേയ്സും അയാൾ ഇന്ത്യയിലുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു ഇൻഡിവിജ്വൽ എപ്പോഴാണ് റെസിഡൻ്റ് ആവുക എന്നുള്ളത്. രണ്ട് ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഓർ ഇട്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിഡൻ്റ് ആയതിൻ്റെ ശേഷമാണ് നമ്മൾ പിന്നെ ഓൺലി റെസിഡൻ്റ് ആണ് നോട്ട് ഓൺലി റെസിഡൻ്റ് ആണെന്ന് നോക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം റെസിഡൻ്റ് ആയി ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് ഹി ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി ഓഫ് ദി കണ്ടീഷൻ അബോവ് ഹി ഷാൾ ബി നോൺ റെസിഡൻറ്റ്. ഈ രണ്ട് ബേസിക് കണ്ടീഷനിലും ഒരൊറ്റ ബേസിക് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അയാളെന്തായി? നോൺ റെസിഡൻ്റ് ആയി. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ റെസിഡൻ്റ് ആവുക? നോൺ റെസിഡൻ്റ് പിന്നെ ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല, നോൺ റെസിഡൻ്റ് എന്ന കാറ്റഗറി ആയി. റെസിഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ടത് ഓൺലി റെസിഡൻ്റ് ആണോ നോട്ട് ഓൺലി റെസിഡൻ്റ് ആണോ എന്ന് നോക്കണം. ഓക്കെ, എപ്പോഴാണ് ഓൺലി റെസിഡൻ്റ് ആവുക, എപ്പോഴാണ് നോട്ട് ഓൺലി റെസിഡൻ്റ് ആവുക എന്ന് നോക്കാം. ഇവിടെ an individual who is resident in India shall be resident and only resident in India if he satisfy both the following additional conditions. Okay, an individual റെസിഡൻ്റ് ആയി, ആ റെസിഡൻ്റ് എങ്ങനെ ഓൺലി റെസിഡൻ്റ് ആണോ നോട്ട് ഓൺലി റെസിഡൻ്റ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് രണ്ട് അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അയാൾ ഓൺലി റെസിഡൻ്റ് ആവുള്ളൂ. രണ്ട് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം നോട്ട് ഓൺലി റെസിഡൻ്റ് ആയി. ഓക്കെ, ഇതിലെ ഫസ്റ്റ് കണ്ടീഷനാണ് ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 out of 10 previous year immediately preceding the relevant previous year. ഓക്കെ,
ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഇവിടെ ഈ റെസിഡൻറ്റ് എന്നുള്ളത് നമ്മൾ ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള റെസിഡൻ്റ് ആണ്. അങ്ങനെ ഏതെങ്കിലും 2 വർഷം അദ്ദേഹം റെസിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇപ്പോൾ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള 10 പ്രീവിയസ് ഇയർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2 വർഷം അദ്ദേഹം റെസിഡൻ്റ് ആയിരിക്കണം. അപ്പം റെസിഡൻ്റ് എന്നുള്ളത് ബേസിക് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുള്ള റെസിഡൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ റെലവൻറ്റ് പ്രീവിയസ് ഇയർ നമ്മൾ റെലവൻറ്റ് പ്രീവിയസ് ഇയർ 1920 തൊട്ട് മുന്നേ ഉള്ള 10 വർഷങ്ങളിൽ ഏതെങ്കിലും 2 വർഷം റെസിഡൻ്റ് ആയിരിക്കണം. റെസിഡൻ്റ് എന്നുള്ളത് ഇപ്പോൾ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു എന്താണ്, ഹി ഹാസ് ബീൻ ഈസ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 180 days ഓർ മോർ ഇൻ ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അപ്പോൾ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 152 ദിവസത്തേക്കാൾ കൂടുതലുള്ള ഏതെങ്കിലും 2 വർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്തായി, ആ അഡീഷണൽ കണ്ടീഷൻ ആയിട്ടുള്ള ഫസ്റ്റത്തെ 1 എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ അഡീഷണൽ കണ്ടീഷനിൽ ഫസ്റ്റത്തേതാണ് ഏത്, ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 out of 10 previous year immediately preceding the relevant previous year. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷനാണ് ഹി ഹാസ് ബീൻ ഇന്ത്യ ഫോർ 730 days or more during the 7 previous year immediately preceding the relevant previous year. അപ്പോൾ റെലവൻറ്റ് പ്രീവിയസ് ഇയർ 1920 തൊട്ട് മുന്നേയുള്ള 7 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ 1920 കൂടാതെ അതിൻ്റെ മുന്നത്തെ 7 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 7 വർഷത്തിൽ കൂടിയിട്ട് 730 ദിവസം അദ്ദേഹം ഒരു വ്യക്തി ഇന്ത്യയിലുണ്ടെങ്കിൽ ആ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ അഡീഷണൽ കണ്ടീഷൻ 2 കണ്ടീഷനാണ് പറഞ്ഞത്. 10 വർഷത്തിൽ റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം റെസിഡൻ്റ് ആവുക. അവിടെ പോയിൻ്റാണ് റെസിഡൻറ്റ്. ആ റെസിഡൻറ്റ് എന്നുള്ളത് ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ആയിട്ടുള്ള റെസിഡൻറ്റ്. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് റെലവൻറ്റ് പ്രീവിയസിൻ്റെ തൊട്ട് മുന്നേയുള്ള 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിലുണ്ടെങ്കിൽ 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആകും. ഇങ്ങനെ ഈ 2 അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആയി, ROR ആയി. 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നോട്ട് ഓൺലി റെസിഡൻ്റ് ആയി. ഇഫ് ഹി ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി ഓർ ബോത്ത് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ ഹി ഷാൾ ബി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓൺലി റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അഡീഷണൽ കണ്ടീഷനിൽ 2 കണ്ടീഷനുണ്ട്, ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തു, ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പോഴും അദ്ദേഹം നോട്ട് ഓൺലി റെസിഡൻ്റ് ആയിട്ട് തന്നെ പോകും. 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആവുള്ളൂ, ROR ആവുള്ളൂ. അതല്ല എങ്കിൽ RNOR ആകും. ഓക്കെ, ഇവിടെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ കമ്പ്യൂട്ടിംഗ് ദി പീരീഡ് ഓഫ് 182 days ദ ഡേ ഓഫ് എൻട്രി ഇൻ ടു ഇന്ത്യ ആൻഡ് ദ ഡേ ഓഫ് എക്സിറ്റ് ഷാൾ ബി ഇൻക്ലൂഡ്. അപ്പോൾ ഇന്ത്യയിലേക്ക് വന്നതും ഇന്ത്യയിൽ നിന്ന് പോയ ദിവസവും കൺസിഡർ ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ദ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇസ് എ പേഴ്സൺ ഹു ഹിംസെൽഫ് ഓർ എനി ഓഫ് ഹിസ് പാരൻറ്റ് ഓർ എനി ഓഫ് ഹിസ് ഗ്രാൻഡ് പാരൻറ്റ് വാസ് ബോൺ ഇൻ അൺഡിവൈഡഡ് ഇന്ത്യ ബിഫോർ 15th August 1947. അപ്പോൾ ഇവിടെ പേഴ്സൺ ഒറിജിൻ, അപ്പോൾ നമ്മൾ പേഴ്സൺ ഒറിജിന് ആ ഒരു പോയിന്റ് വരാൻ കാരണം ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, എപ്പോഴാണ് റെസിഡൻറ്റും എപ്പോഴാണ് റെസിഡൻ്റ് ആവുക, എപ്പോഴാണ് നോൺ റെസിഡൻ്റ് ആവുക, റെസിഡൻ്റ് ആയാൽ എപ്പോഴാണ് ഓർഡിനറി റെസിഡൻ്റ് ആവുക, എപ്പോഴാണ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ ബേസിക് കണ്ടീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 2 ബേസിക് കണ്ടീഷൻസും നമ്മൾ ക്ലിയർ ആയി. ഇവിടെ ഒരു കണ്ടീഷൻസ് പറയുന്നത് കണ്ടീഷൻ 2 എബോവ് ഇസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ ദി ഫോളോയിങ് കേസസ്. മീൻസ് ഫോളോയിങ് കേസസ് പേഴ്സൺ ഷാൾ ബി റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഓൺലി വെൻ ഹി ഈസ് ഇൻ ഇന്ത്യ ഫോർ 182 days ഓർ മോർ ഇൻ ദി പ്രീവിയസ് ഇയർ. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻസിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ജനറൽ റൂൾ അപ്ലിക്കബിൾ അല്ലാത്തത് ആർക്കൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇഫ് ഇന്ത്യൻ സിറ്റിസൺ ലീവ് ഇന്ത്യ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ ഫോർ എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ആസ് എ മെമ്പർ ഓഫ് ക്യൂ ഇന്ത്യൻ ഷിപ്പ്. അപ്പോൾ ഒരു വ്യക്തി ഇന്ത്യയിൽ നിന്ന് എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് എന്ന് വെച്ചാൽ സെൽഫ് എംപ്ലോയ്ഡ് ആയിക്കോട്ടെ,
ഒരു എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് പോവുകയാണ്. അതല്ല എങ്കിൽ ഒരു ക്രൂ ഇന്ത്യൻ ഷിപ്പിലുള്ള ക്രൂ മെമ്പർ, ഇവരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ 160 ഡേയ്സിന് പകരം അവർ എത്ര ദിവസം എന്നാൽ മതി, എത്ര ദിവസം നിൽക്കണം, 182 ഡേയ്സ്. ഇപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ്. അപ്പോൾ ഒരു വ്യക്തി ഇന്ത്യയിൽ നിന്ന് എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സിന് പകരം 182 ഡേയ്സ് നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവുള്ളൂ. ബേസിക് കണ്ടീഷൻ, രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവുള്ളൂ. ഓക്കെ, ക്ലിയർ? അതേപോലത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പോയിന്റ്, ഇഫ് ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യ ഒറിജിൻ വിസിറ്റ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസണോ, ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുന്നു, ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇപ്പോൾ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള വ്യക്തികൾ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ വിസിറ്റ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സിന് പകരം 182 ഡേയ്സ് എന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ആ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആകുള്ളൂ. അപ്പോൾ ഇവിടെ 4 വ്യക്തികൾ പറഞ്ഞു. ഒന്ന്, എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്ന ആൾ, അതേപോലെ മെമ്പർ ഓഫ് ക്രൂ ഓഫ് ഇന്ത്യൻ ഷിപ്പ്, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഓക്കെ, അപ്പോൾ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ ക്രൂ മെമ്പർ, ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പർ, ഇവർ 2 പേരും ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ 60 ഡേയ്സിന് പകരം 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായാൽ മാത്രമാണ് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആകുള്ളൂ. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിന് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാൻ വരികയാണ്. അപ്പോൾ ഇവിടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻസ് ഫുൾഫിൽ ആവണമെന്നുണ്ടെങ്കിൽ 60 ഡേയ്സിന് പകരം ഈ വ്യക്തികൾ 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായാൽ മാത്രമാണ് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആകുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻസ് എക്സെപ്ഷനുള്ള 2 പോയിൻ്റാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ person of Indian origin is a person who himself or any of his parent or any of his grandparent was born in undivided India before 15th August 1947. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നേ അൺഡിവൈഡഡ് ആവാത്ത, അപ്പോൾ ചില ആൾക്കാർ പാകിസ്ഥാനിലൊക്കെ ഉണ്ടാവും അല്ലേ, അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നേ ഇന്ത്യയിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടാവും. സ്വാതന്ത്ര്യം മുന്നേ അവർ ഇന്ത്യയിലാകും. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ പാരൻറ്റോ അല്ലെങ്കിൽ ഗ്രാൻഡ് സണ്ണോ ഇപ്പോൾ അവരുടെ ഗ്രാൻഡ് പാരൻ്റൊക്കെ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരാണ്, ഇന്ത്യയിൽ ജനിച്ച് വളർന്നിട്ടുള്ളതാണ്. പക്ഷെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഷിഫ്റ്റ് ചെയ്തു, മറ്റുള്ള ഏതെങ്കിലും കൺട്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ഇന്ത്യൻ ഒറിജിനാണ് അല്ലേ. പല ആൾക്കാരുണ്ട്, നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിലും ഇന്ത്യൻ ഒറിജിനാണെന്ന് പറയും. ഇപ്പോൾ അമേരിക്കയിലൊക്കെ കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ അവരൊക്കെ ഇന്ത്യൻ ഒറിജിനാണ്. കാരണം അവരുടെ മുത്തച്ഛനോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ ഇന്ത്യയിൽ ജനിച്ചു വളർന്നതാകാം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്. അപ്പോൾ നമ്മളിവിടെ അന്നു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ. ഓക്കെ, ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF അതുപോലെ 2 ക്ലാസിഫൈഡ് ഉണ്ട്, റെസിഡൻ്റ് ഉണ്ട്, നോൺ റെസിഡൻ്റ് ഉണ്ട്. ഓൺലി റെസിഡൻ്റ് ഉണ്ട്, നോട്ട് ഓൺലി റെസിഡൻ്റ് ഉണ്ട്. ഓക്കെ, HUF is said to be resident in India when during that year control and management is situated wholly or partly in India. The control and management lies the place where the decision regarding the affairs of the HUF are taken. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള കൺട്രോൾ അല്ലെങ്കിൽ പാർട്ട്ലി ആയിട്ടുള്ളൊരു കൺട്രോൾ ആ ഒരു HUFൻ്റെ ഒരു മുഴുവനായിട്ടുള്ള കൺട്രോളോ അല്ലെങ്കിൽ കുറച്ച് കൺട്രോളൊക്കെ ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, കൺട്രോൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള മേജർ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് എന്തായി, റെസിഡൻ്റായി. അത് ഇന്ത്യയിൽ നിന്നല്ല എങ്കിൽ അത് നോൺ റെസിഡൻ്റായി. A resident HUF is said to be resident and only resident in India if the Karta of the HUF satisfy both the following additional conditions. ഓക്കെ, അപ്പോൾ ഒരു HUF എപ്പോഴാണ് റെസിഡൻ്റ് ആവുക, എപ്പോഴാണ്
നോൺ റെസിഡൻ്റ് ആവുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എപ്പോഴാണ് റെസിഡൻ്റ് ആവുക? റെസിഡൻ്റ് ആവുന്നത് അതിൻ്റെ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതിൻ്റെ മുഴുവനായിട്ടും എടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ചായിട്ടോ അതിൻ്റെ ചെറിയൊരു പാർട്ട് എടുക്കുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ റെസിഡൻ്റായി. 100% ഡിസിഷൻസ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നോൺ റെസിഡൻ്റായി. ഇനി ഒരു HUF എപ്പോഴാണ് ഓർഡിനറി റെസിഡൻ്റ് ആവുക, നോട്ട് ഓൺലി റെസിഡൻ്റ് ആവുക എന്നുള്ളത് നോക്കുക. ഓൺലി റെസിഡൻ്റ് ആവുക എന്നുള്ളത് കർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു HUF ഫാമിലി, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മോസ്റ്റ് സീനിയർ മെമ്പറാണ് കർത്ത. ഓക്കെ, ആ കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് മീൻസ് എങ്ങനെയാണ് എത്ര ദിവസം ഇന്ത്യയിൽ നിന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് അഡീഷണൽ കണ്ടീഷൻസ് നോക്കും. അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഓൺലി റെസിഡൻ്റ് ആണോ നോട്ട് ഓൺലി റെസിഡൻ്റ് ആണോ എന്ന് നോക്കുക. Okay, a resident of HUF is said to be resident and only resident in India if the Karta of the HUF satisfy both the following conditions. കർത്ത 2 കണ്ടീഷൻസ് താഴെ പറയുന്ന അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ അതേ കണ്ടീഷൻ തന്നെയാണ്, ഇൻഡിവിജ്വൽ അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. He has been resident in India for at least 2 out of 10 previous year immediately preceding the relevant previous year, and he has been in India 730 days or more during the 7 previous year immediately preceding the relevant previous year. അത് തന്നെയാണ്, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ കർത്ത എന്തായി, ഈ 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ HUF ഓർഡിനറി റെസിഡൻ്റായി. ഒരു അഡീഷണൽ കണ്ടീഷനോ അതല്ല 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ HUF നോട്ട് ഓൺലി റെസിഡൻ്റ് ആയി. ഓക്കെ, ഇഫ് കർത്ത ഓഫ് HUF ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി ഓർ ബോത്ത് ഓഫ് ദി എബവ് കണ്ടീഷൻ ദ HUF ഷാൽ ബി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓൺലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ കമ്പനി. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ കമ്പനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കമ്പനിയുണ്ട്, ഫോറിൻ കമ്പനിയുണ്ട്. ഇന്ത്യൻ കമ്പനി ഓൾവേസ് റെസിഡൻ്റ് ആണ്. ഓക്കെ, ഇവിടെ കമ്പനിയുടെ കേസിൽ റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും ഉള്ളൂ. ഒരു ഓൺലി റെസിഡൻ്റ് ആണോ നോട്ട് ഓൺലി റെസിഡൻ്റ് ആണോ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഇല്ല. 2 ക്ലാസിഫിക്കേഷൻ ഉള്ളൂ, റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഇന്ത്യൻ കമ്പനി ഓൾവേസ് റെസിഡൻ്റ് ആണ്. ഇനി ഫോറിൻ കമ്പനി പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇൻ ദി ഇയർ ഈസ് ഇൻ ഇന്ത്യ. അപ്പോൾ അതിൻ്റെ പോയം എന്ന് പറയും പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്. മേജറായിട്ടുള്ള ഡിസിഷൻസും മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അതെന്തായി, റെസിഡൻ്റായി. ദ കമ്പനീസ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇൻ ദി ഇയർ ഈസ് ഇൻ ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ് അതിൻ്റെ പോയമെങ്കിൽ, പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ എങ്കിൽ ആ കമ്പനിയും നോൺ റെസിഡൻ്റായി. അപ്പോൾ ഇന്ത്യൻ കമ്പനി ഓൾവേസ് റെസിഡൻ്റ് ആണ്. ഫോറിൻ കമ്പനിയുടെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് എവിടെയാണ്, ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അത് റെസിഡൻ്റായി, ഇന്ത്യയിലല്ല എങ്കിൽ നോൺ റെസിഡൻ്റായി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇഫ് എ കമ്പനി സെഡ് ടു ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എനി പ്രീവിയസ് ഇയർ, ഇഫ് ആൻ ഇന്ത്യൻ കമ്പനി ഓൾവേസ് എന്താണ്, റെസിഡൻ്റ് ആണ്. ഇറ്റ്സ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇൻ ദാറ്റ് ഇയർ ഈസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്നാണ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് എന്നെങ്കിൽ റെസിഡൻ്റായി, അല്ലാത്ത പക്ഷം നോൺ റെസിഡൻ്റായി. ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഫേം, AOP, BOI എക്സെട്ര. മറ്റുള്ള കേസിലൊക്കെ എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് നോക്കാം. എ ഫേം, AOP, BOI എക്സെട്ര is said to be resident in India when during that year the control and management is situated wholly or partly in India. In other words, it will be non-resident in India if the no part of the control and management affairs situated in India. എന്നുവെച്ചാൽ അതിൻ്റെ കുറച്ച് ഭാഗമോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ കൺട്രോളും മാനേജ്മെൻറ്റും ഒക്കെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു AOP, BOI ഫേമൊക്കെ ഉണ്ട്, LLP ഒക്കെ ഉണ്ട്, ഇവയുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ മുഴുവനായിട്ടും അല്ലെങ്കിൽ കുറച്ച് പാർട്ട് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് റെസിഡൻ്റായി, ഇന്ത്യയിലല്ല എങ്കിൽ നോൺ റെസിഡൻ്റായി. കൺട്രോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മെയിനായിട്ടുള്ള കമ്പനിയുടെ ഡിസിഷൻസും അതുമായി ബന്ധപ്പെട്ടുള്ള കമ്പനിയുടെ അഫയേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, അതിൻ്റെ ഡിസിഷൻസൊക്കെ എടുക്കുന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ, അതിൻ്റെ ഡിസിഷൻസിൻ്റെ കുറച്ച് ഭാഗമൊക്കെ എടുക്കുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഈ ഫേമും AOP, BOI ഒക്കെ എന്തായി, റെസിഡൻ്റായി. അത് മുഴുവനായിട്ടും 100% ഡിസിഷൻസ് എടുക്കുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നോൺ റെസിഡൻ്റായി.
ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ സെക്ഷൻ 5 ആൻഡ് സെക്ഷൻ 6 ഡിസ്കസ് ചെയ്തത്. സെക്ഷൻ 5 ആൻഡ് സെക്ഷൻ 6 ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടലിംഗ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് നോട്ട് എഴുതി കറക്റ്റായിട്ട് നമ്മൾ പഠിക്കുക. നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.